ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിൻ്റെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആ യൂണിറ്റിലെ മറ്റ് ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയം നിങ്ങളെല്ലാവരും ഈ പോയത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് 7ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മനോഹരമായ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷവും ആഹ്ലാദവും പങ്കിടുന്ന കവിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ വിശാലമായ ഈ ലോകത്തിൽ തൻ്റെ സ്ഥാനം കണ്ടെത്തിയ കവി വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടും കൂടി പാടുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 6 ക്വസ്റ്റ്യൻസും ഓരോന്നും നമുക്ക് ഒന്ന് നോക്കാം, അതിൻ്റെ ആൻസേഴ്സും നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തുകൊണ്ടാണ് ഇവിടെ കവി അത്ഭുതത്തോടെയും ആഹ്ലാദത്തോടെയും പാടുന്നത്? എന്താണ് അതിന് കാരണം? ദ സ്പീക്കർ സിംഗ്സ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ബിക്കോസ് he has discovered his place in the vast universe among the sun, stars and life. അപ്പോൾ ഈ വിശാലമായ ഈ ഭൂലോകത്തിൽ സൂര്യനും നക്ഷത്രങ്ങളും മറ്റു ജീവജാലങ്ങളും ഒക്കെയുള്ള ഈ വിശാലമായ ഈ ഭൂലോകത്ത് തൻ്റെ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ്, അല്ലെങ്കിൽ ഇതിൽ ജീവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ സന്തോഷമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്ര മനോഹരമായ ഈ ലോകത്തിൽ തനിക്കും ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് ഇവിടെ പറയുന്നത്. ഹീ ഈസ് ഫുൾ ഓഫ് ജോയ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. വളരെ സന്തോഷം, മനസ്സ് നിറയെ സന്തോഷവും നന്ദിയുമാണ്. ഫോർ ബീയിങ് പാർട്ട് ഓഫ് സച്ച് മാഗ്നിഫിഷ്യൻ്റ് വേൾഡ്. ഇത്തരത്തിലുള്ള മനോഹരമായ ഈ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ ഭാഗമായി തീരാൻ തനിക്ക് സാധിച്ചതിൽ ഉള്ള സന്തോഷമാണ് ഇവിടെ അദ്ദേഹം പാടുന്നത്. വാട്ട് ഡു യു തിങ്ക് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? അപ്പോൾ ടൈഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം തിരമാലയാണ്. എറ്റേണിറ്റി എന്ന് വെച്ചാൽ അനശ്വരതയാണ്. അപ്പോൾ അനശ്വരതയുടെ തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് റെഫേഴ്സ് ടു ദ അൺസ്റ്റോപ്പബിൾ ഫ്ലോ ഓഫ് ടൈം ആൻഡ് ദ ഇമെൻസ് സ്കെയിൽ ഓഫ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഈ തിരമാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത സമയം എന്ന് പറയുന്ന കാര്യത്തെയാണ്. സമയം നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. സമയം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരെയും വകവെക്കുന്നില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരമാലകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു എറ്റേണിറ്റിയാണ്, അതിലേക്കുള്ള തിരമാലയാണ് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സമയത്തെയാണ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ലൈഫ് ആൻഡ് ഇറ്റ് എക്സ്പീരിയൻസസ് ആർ ലൈക്ക് പവർഫുൾ കണ്ടിന്യൂസ് വേവ് ദാറ്റ് അഫക്ട്സ് എവറിഥിങ് ഇൻക്ലൂഡിങ് ദ സ്പീക്കേഴ്സ് ഓൺ ലൈഫ് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒരു തിരമാല പോലെയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ വരുന്നു പോകുന്നു, വീണ്ടും വരുന്നു പോകുന്നു, അങ്ങനെ ആ രീതിയിലാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക. പിക്ക് ഔട്ട് ദ വേൾഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. അപ്പോൾ ഈ ഒരു കവിതയിൽ ധാരാളം അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും, പ്രകൃതിയിലെ പല കാര്യങ്ങളും അത്ഭുതത്തോടെയാണ് കവി കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അത്ഭുതകരമായിട്ട് തോന്നിയത് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ദ പോയം ഡിസ്ക്രൈബ്സ് ദ വണ്ടേഴ്സ് ഓഫ് ദ സ്കൈ വിത്ത് സൺ ആൻഡ് സ്റ്റാർസ്. അപ്പോൾ ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് സൂര്യനും നക്ഷത്രങ്ങളും ഒരുമിച്ചുള്ള ഈ ആകാശമാണ്. ദ വൈബ്രന്റ് യൂണിവേഴ്സ് ഫിൽഡ് വിത്ത് ലൈഫ്, ദ ബ്യൂട്ടി ഓഫ് വുഡ്ലാൻഡ്സ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ആൻഡ് ഫ്രേഗ്രന്റ് ഫ്ലവേഴ്സ് ആൻഡ് ദ ഗിഫ്റ്റ്സ് ഓഫ് ജോയ് ആൻഡ് ഗ്ലാഡ്നെസ് ഫൗണ്ട് എവ്രിവെയർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആകാശമാണ്, രണ്ടാമത്തത് ഈ വലിയ ലോകമാണ്, പല ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലോകമാണ്, മൂന്നാമത്തത് ഈ പ്രദേശം, ഈ ഭൂമിയുടെ ഭംഗിയെക്കുറിച്ചാണ്, മനോഹരമായ പൂക്കളും സുഗന്ധം പരത്തുന്ന പൂക്കളും
അതുപോലെ ചെടികളും പുല്ലുകളും ഒക്കെ നിറഞ്ഞ ഈ ഒരു ഭൂമി, അതുപോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം, ഇതൊക്കെയാണ് അത്ഭുതങ്ങളായിട്ട് പറയുന്നത്, ഈ ലോകത്തിൻ്റെ അത്ഭുതങ്ങളായിട്ട് ഇവിടെ പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് മാഡൻഡ് ദ പോയറ്റ്സ് മൈൻഡ്? ഏതൊക്കെയോ കാര്യങ്ങൾ കവിയെ ഇവിടെ വല്ലാതെ എന്താണ് ആകർഷിച്ചിട്ടുണ്ട്. അതാണ് മാഡൻഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, വല്ലാതെ ആകർഷിക്കുക. The poet's mind was overwhelmed or maddened by enchanting experience of nature. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളാണ് ഇവിടെ കവിയെ വല്ലാതെ സ്വാധീനിച്ചത്. The touch of grass underfoot, the surprising fragrance of flowers, and the overall happiness and joy present in the world. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയറ്റിനെ അത്രയധികം ആകർഷിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മനോഹരമായ ചെടികളും പുല്ലുകളും അതിലൂടെയുള്ള നടത്തം. അപ്പോൾ അതിൻ്റെ ഇലകൾ നമ്മളെ പുല്ല് നമ്മുടെ കാലിൽ ഉരയുന്നതും, അതുപോലെ മനോഹരമായ പൂക്കളും അതിൻ്റെ സുഗന്ധവും എല്ലാം സന്തോഷം പകരുന്നതാണ്. അത് കവിയുടെ മനസ്സിനെ വല്ലാതെ നിറയ്ക്കുന്നു. അതിനെ കവിക്ക് വലിയ ഇഷ്ടം തോന്നുന്നു, അല്ലെ മനസ്സ് നിറച്ചും ഈ ചിന്ത ആയി മാറുന്നു. വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹാർട്ട്? അപ്പോൾ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വരിയാണ് പ്രിക്ക് ഹിസ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ചെവി തുറന്ന് കേൾക്കുക, ഓപ്പൺ ഹിസ് ഐസ് കണ്ണ് തുറന്ന് കാണുക, അതുപോലെ മനസ്സ് തുറന്ന് എല്ലാം മനസ്സിലാക്കുക. ദ സ്പീക്കർ പ്രിക്സ് ഹിസ് ഇയേഴ്സ്, opens his eyes wide and opens his heart to fully experience and appreciate the wonders of life around him. അപ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ള ഈ പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, മനസ്സ് തുറന്ന് ആസ്വദിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷോസ് ഹിസ് ഈഗർനെസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കണക്ട് ഡീപ്ലി വിത്ത് ബോത്ത് ഫെമിലിയർ ആൻഡ് അൺഫെമിലിയർ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം, അതായത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള, അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ നിഗൂഢതകളും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ? അപ്പോൾ അറിയുന്ന കാര്യങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ് എന്ന് പറയുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The poet means that amidst the familiar things he already know about life, he actively seeks to explore and understand things that are still mysterious or unexplored. അപ്പോൾ ഇനിയും ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ, അതുപോലെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അറിയുന്ന കാര്യങ്ങൾ വെച്ച്, ചുറ്റുപാടുമുള്ള തനിക്ക് അറിയുന്ന പരിചയമുള്ള കാര്യങ്ങളിലൂടെ അല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റ് ഷോസ് ഹിസ് ക്യൂരിയോസിറ്റി ആൻഡ് ഡിസയർ ടു ഡിസ്കവർ ന്യൂ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഡീപ്പർ മീനിങ്സ് ഇൻ ലൈഫ്. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അദ്ദേഹത്തിന് ആ ഒരു ക്യൂരിയോസിറ്റി, അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമൊക്കെയാണ് നമുക്ക് ഈ വരിയിൽ കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു പോയം കാണാം. Read the following lines from another poem, The Sands of Dee by Charles Kingsley. ചാൾസ് കിങ്സ്ലിയുടെ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. Oh Mary, go and call the cattle home, and call the cattle home, and call the cattle home across the sands of Dee. അപ്പോൾ ഇവിടെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാം, ഒരു വരി 3 തവണ ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിൽ ആവർത്തിച്ച് വരുന്ന, എല്ലാ സ്റ്റാൻസയിലും ആവർത്തിച്ച് വരുന്ന ചില ലൈൻസിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. എ റിഫ്രെയിൻ ഈസ് എ ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിതിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസ്. സ്റ്റാൻസുകളിലോ ഒരു വരിയിൽ തന്നെയോ ആവർത്തിച്ച് വരുന്ന ചില സെൻറ്റൻസുകൾ, ചില ലൈൻസിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോയം? ഈ പോയത്തിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ലൈൻസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? അപ്പോൾ നമുക്കറിയാം, ഇൻ ദ പോയം ദ റിഫ്രെയിൻ ഈസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്.
അപ്പോൾ ഇതാണ് ഈ പോയത്തിൻ്റെ റിഫ്രെയിൻ എന്ന് പറയുന്നത്. കാരണം ഇത് ഈ പോയത്തിൻ്റെ എല്ലാ സ്റ്റാൻസുകളിലും ആവർത്തിച്ച് വരുന്നു. നമ്മൾ ഈ പോയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4ാമത്തെ വരിയിൽ, അത് കഴിഞ്ഞിട്ട് 2ാമത്തെ സ്റ്റാൻസയുടെ അവസാനത്തെ വരിയിൽ, 3ാമത്തത്, 4ാമത്തത്, എല്ലാത്തിലും നമുക്ക് ഈ രീതിയിൽ ഇത് ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ റിഫ്രെയിൻ എന്ന് പറയുന്നത് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. അടുത്ത ആക്ടിവിറ്റിയിൽ പറയുന്നു വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെന്റ്. ഇവിടെ കവിയെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ കവിയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ സ്കൈ ഫുൾ ഓഫ് സൺ ആൻഡ് സ്റ്റാർസ്. മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ആകർഷിച്ച അല്ലെങ്കിൽ പാടാൻ പ്രേരിപ്പിച്ച മനോഹരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഈ രീതിയിൽ എഴുതാം. ദ സ്കൈ ഫിൽഡ് വിത്ത് സൺ ആൻഡ് സ്റ്റാർസ്, അതാണ് ഒന്ന്. രണ്ടാമത്തത് ദ യൂണിവേഴ്സ് ടീമിംഗ് വിത്ത് ലൈഫ്, ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോകം. വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ് ആൻഡ് ടച്ചിങ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, വുഡ്ലാൻഡിലൂടെ നടക്കുക എന്നുള്ള സംഭവം. ബീയിങ് സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, അതുപോലെ പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഈ ഗാനം പാടാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. ലുക്ക് അറ്റ് ദി വേർഡ്സ് ഫ്രം ദ പോയം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയർസ്. ABCDE. അപ്പോൾ ഇവിടെ 5 വാക്കുകൾ, വലതുവശത്തും 5 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ തമ്മിൽ നമുക്ക് ഈ പോയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്യാമെന്ന് നോക്കാം. ഈ രീതിയിൽ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്യാം. ഫ്ലവേഴ്സ്, ഫ്രേഗ്രൻസ്, ഗ്രാസ്, ബ്ലേഡ്സ്, മൈൻഡ്, മാനന്റ്, വീൻസ്, റേസിംഗ്, സ്വൈഡ്, വേൾഡ്. അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ രീതിയിൽ ഈ വാക്കുകളെ തമ്മിൽ മാച്ച് ചെയ്യാം ഈ ഒരു പോയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലെറ്റ് us revisit the first stanza. ഈ പോയത്തിൻ്റെ 1ാമത്തെ സ്റ്റാൻസ നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. The sky is full of sun and the stars. The universe is full of life. Among all this I have found a place and in wonder and amazement I sing. അപ്പോൾ ഇവിടെ 1ാമത്തെ വരി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ the initial sound, ആദ്യത്തെ ശബ്ദം, ഇവിടെ എസ് എന്ന ശബ്ദം സ്കൈ എന്നുള്ളതിൽ വരുന്നുണ്ട്, സൺ എന്നുള്ളതിൽ വരുന്നുണ്ട്, സ്റ്റാർസ് എന്നുള്ളതിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വരിയിൽ തന്നെ 3 തവണ ഇവിടെ എസ് എന്ന ശബ്ദം ആവർത്തിച്ചു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു വവൽ അല്ലാത്ത കൺസണന്റ് ആയിട്ടുള്ള ഒരു ശബ്ദം ആവർത്തിച്ചു വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലിട്രേഷൻ. അതിവിടെ വലതുവശത്ത് കാണിച്ചിട്ടുണ്ട്. ദ റെപ്പറ്റീഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോയം ഈസ് കോൾഡ് അല്ലിട്രേഷൻ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെയുള്ള അല്ലിട്രേഷൻ്റെ മറ്റു ഉദാഹരണങ്ങൾ ഈ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്തരത്തിലുള്ള വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, നമുക്ക് 5 ഉദാഹരണങ്ങളാണ് ഈ കവിതയിലുള്ളത്, അത്തരത്തിലുള്ള അല്ലിട്രേഷൻ ഉദാഹരണങ്ങൾ. അത് 1ാമത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൺ ആൻഡ് ദ സ്റ്റാർ, എസ് എന്നുള്ള ശബ്ദം. ഇനി മറ്റൊരു ഉദാഹരണമാണ് വൈൽ വാക്കിംഗ് ഇൻ ദി വുഡ്ലാൻഡ്സ്, W sound, W sound in these 3 words is an example of alliteration. അപ്പോൾ alliteration ഒരു ഉദാഹരണമാണ്. ഈ 2ാമത്തെ കൊടുത്തിരിക്കുന്ന വരി, അതിലെ W എന്ന ശബ്ദമാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അടുത്തതിലെ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസിലെ F എന്ന ലെറ്റർ ആവർത്തിച്ചിരിക്കുന്നു. ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് അതിലെ G ആവർത്തിച്ചിരിക്കുന്നു. മാഡന്റ്, മൈ, മൈൻഡ്, M എന്ന ശബ്ദം 3 തവണ ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് അല്ലിട്രേഷന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റികളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി
മറ്റ് പാഠത്തിൻ്റെ ആക്ടിവിറ്റികൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.